ക്രോധാഗ്നിയിൽ വേനനെ നിഗ്രഹിച്ച ശേഷം ഋഷിമാർ തങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പുത്രന്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്ന സുനീത ഈശ്വര നിയോഗത്താൽ മന്ത്രങ്ങൾ കൊണ്ടും മരുന്നുകൾ കൊണ്ടും മകന്റെ ശരീരത്തെ നശിച്ചു പോകാതെ സംരക്ഷിച്ചു. ക്രോധാഗ്നിയിൽ വേനനെ നിഗ്രഹിച്ച ശേഷം, ശരിക്കും വേനനെ നിഗ്രഹിച്ചത് മുനിമാരുടെ കോപമാകുന്ന അഗ്നിയാണ്. ആ കോപമാകുന്ന അഗ്നിയിൽ നിന്ന് പുറപ്പെട്ട ഹുംകാരധ്വനികളാണ് വേനനെ നിഗ്രഹിച്ച. ഋഷിമാര് വേനനെ നിഗ്രഹിച്ചതിന് ശേഷം അവരുടെ ആശ്രമങ്ങളിലേക്ക് തിരിച്ചുപോയി. പക്ഷെ ഈ വേനനും ഒരു അമ്മയുണ്ട്. ആ അമ്മ ദുഃഖിതയായി തീർന്നു. ആ അമ്മയുടെ ദുഃഖത്തെക്കുറിച്ച് ഇവർ ചിന്തിച്ചില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ സുനീതയുടെ ദുഃഖത്തെക്കാൾ വലുതാണ് ലോകത്തിൻ്റെ ദുഃഖം. സുനീത ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി ഇവര് പരിശ്രമിച്ചാൽ മറ്റുള്ള ഒരുപാട് പേരുടെ ദുഃഖങ്ങൾ, ഒരുപാട് മനുഷ്യരുടെ മാത്രമല്ല ജീവജാലങ്ങളുടെ ദുഃഖം മുനിമാർ കാണേണ്ടി വരും. അതുകൊണ്ട് ഈ കോണ്ടെക്സ്റ്റിൽ സുനീതയുടെ ദുഃഖം വളരെ ചെറുതാണ്. അതുകൊണ്ടായിരിക്കാം അവർ സുനീതയുടെ ദുഃഖത്തെക്കുറിച്ച് വലുതായിട്ട് ചിന്തിച്ച് വിവശരാകാതിരുന്നത്. പുത്രന്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചു കൊണ്ടിരുന്ന സുനീത ഈശ്വര നിയോഗത്താൽ മന്ത്രങ്ങൾ കൊണ്ടും മരുന്നുകൾ കൊണ്ടും മകന്റെ ശരീരത്തെ നശിച്ചു പോകാതെ സംരക്ഷിച്ചു. ശരീരം നശിച്ചു പോകാതെ ഇന്ന് ഫ്രീസറിലൊക്കെ വെച്ചാലാണ് ശരീരം നശിച്ചു പോകാതിരിക്കുക. അന്ന് ഫ്രീസറൊന്നും കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ മരുന്നുകൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും ശരീരം നശിച്ചു പോകാതെ സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അന്ന്. ഈജിപ്തിലൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിൽ ചിലർ അവിടെ പോയി അത് കണ്ടിട്ടും ഉണ്ടാകാം. നമ്മുടെ നാട്ടിലും ആ അറിവുകൾ ഉണ്ടായിരുന്നു. ശരീരം എംബാം ചെയ്ത് വെക്കുക, ശരീരം നശിച്ചു പോകാതെ മരുന്നുകൾ കൊണ്ടും മന്ത്രം കൊണ്ടും. മരുന്ന് മാത്രമല്ല, നമ്മൾ മരുന്നുകളുടെ കൂടെ പലപ്പോഴും മന്ത്രങ്ങളും ഉപയോഗിക്കും. മന്ത്രങ്ങൾ മാത്രമല്ല, മന്ത്രങ്ങളുടെ കൂടെ മരുന്നും ഉപയോഗിക്കും. അങ്ങനെ മന്ത്രവും മരുന്നും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന മന്ത്രവാദ ക്രിയകൾ നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നു. അപ്പം മരുന്നുകളും മന്ത്രങ്ങളും കൊണ്ട്, മരുന്നുകൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും മകന്റെ ശരീരത്തെ നശിച്ചു പോകാതെ സംരക്ഷിച്ചു. അതെന്തിനാ അങ്ങനെ സംരക്ഷിച്ചതെന്ന് ചോദിച്ചാൽ അത് ഈശ്വര നിയോഗമാണ്. എന്തിനാണെന്നറിയില്ല. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും ചെയ്യുന്ന സമയത്തൊരു ലോജിക് ഉണ്ടാകണമെന്നില്ല. അങ്ങനെ തീരെ ലോജിക് ഇല്ലാതെ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ പിന്നീട് ഗുണത്തിനായി തീർന്നിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ ഇവിടെയും ഈശ്വര നിയോഗത്താലാണ് ആ അമ്മ തൻ്റെ മകൻ്റെ ശരീരത്തെ മന്ത്രങ്ങൾ കൊണ്ടും മരുന്നുകൾ കൊണ്ടും സംരക്ഷിച്ച് വെച്ചത്. അതേ മഹർഷിമാർ തന്നെ ഈ കോപാഗ്നിയിൽ വേനനെ നശിപ്പിച്ചതിന് ശേഷം ആശ്രമങ്ങളിലേക്ക് തിരിച്ചു പോയ അതേ മഹർഷിമാർ തന്നെ ഒരു നാൾ സരസ്വതീ നദിയിൽ സ്നാനം ചെയ്ത ശേഷം നദീതീരത്തിരുന്ന് അഗ്നിഹോത്രമാദിയായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് ഭാഗവത് കഥകൾ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പം ഇവർ അവരവരുടേതായിട്ടുള്ള നിത്യനൈമിത്തിക അനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭഗവത് കഥകൾ പ്രകീർത്തിക്കും. ബാക്കിയുള്ള സമയത്ത് നിത്യനൈമിത്തിക സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യും. ബാക്കി സമയത്ത് ഇവർ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും കേൾപ്പിക്കും. ലോകത്തിൽ അനേകം ഭയങ്കരങ്ങളായ വിപത്തുക്കൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ട ആ ഋഷിമാർ പ്രജകളെ പരിപാലിക്കാൻ രാജാവില്ലാതെ വന്നതിനാൽ അനാഥയായി തീർന്ന ഭൂമിദേവിക്ക് കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ആപത്തുണ്ടാകരുതേ എന്നും അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പം ഇവര് അവരുടെ നിത്യവൃത്തികൾ ചെയ്യും. ബാക്കി സമയങ്ങളിൽ ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന അവര് സങ്കുചിതരല്ല. അവരുടെ ചെറിയ ലോകത്തല്ല, അവർ ഈ ലോകവുമായിട്ട് അസോസിയേറ്റഡ് ആയി തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവര് ഈ ലോകത്തിൽ അനേകം ഭയങ്കരങ്ങളായ വിപത്തുകൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു. ഭൂമി അല്ലെങ്കിൽ ജീവിതം വരാൻ പോകുന്നതിൻ്റെ
ലക്ഷണങ്ങൾ നേരത്തെ കാണിക്കും. ജീവിതത്തെ സശ്രദ്ധമായി വീക്ഷിക്കുന്ന ഒരാൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിവുണ്ടാകും. ലോകത്ത് മഴ വരുന്നതിന് മുമ്പും വലിയ ചൂട് വരുന്നതിന് മുമ്പും മഞ്ഞ് വരുന്നതിന് മുമ്പും ഒക്കെ ലോകം ലക്ഷണങ്ങൾ കാണിക്കുന്നത് പോലെ തന്നെയാണത്. അപ്പം ഇവര് നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ വ്യാപരിച്ച് ഭഗവത് കഥകള് പ്രകീർത്തിച്ചു കൊണ്ടിരുന്നിരുന്ന ഇവര് അവരുടെ ചുറ്റുപാടുകളെയും നിരന്തരം സശ്രദ്ധം നിരീക്ഷിച്ചിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അല്ലാതെ ലോകത്തെ മറന്നുകൊണ്ട് അവരുടെ ഈശ്വരോന്മുഖമായ ചര്യയിൽ മുഴുകി കഴിയുകയായിരുന്നില്ല. അവർ എല്ലാ പ്രവൃത്തികളും സദാ ലോകോപകാരാർത്ഥമാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ലോകത്തെ അവർ സശ്രദ്ധം നിരീക്ഷിച്ചിരുന്നു. ലോകത്തിൻ്റെ ഭാഗമാകാൻ അവർ തയ്യാറായിരുന്നിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ആ ലോകത്തെ തള്ളിക്കളഞ്ഞിരുന്നില്ല. ഞങ്ങൾ ഉപേക്ഷിച്ചതല്ലേ ഈ ലോകം, അതെന്തുമായിക്കൊള്ളട്ടെ എന്നവർ കരുതിയില്ല. ആ ലോകത്തിൽ വരാൻ പോകുന്ന സംഭവങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഒരുപാട് ഭയങ്കരങ്ങളായ വിപത്തുക്കൾ സംഭവിക്കാൻ പോകുന്നു എന്ന് ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. പ്രജകളെ പരിപാലിക്കാൻ രാജാവില്ലാതെ വന്നതിനാൽ അനാഥയായി തീർന്ന ഭൂമി സനാഥയായി തീരുന്നത് ഭരിക്കാൻ ആളുള്ളപ്പോഴാണ്. അനാഥയായി തീർന്ന ഭൂമി ദേവിക്ക് കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ആപത്തുണ്ടാകരുതേ എന്ന് അവർ എന്നും പ്രാർത്ഥിച്ചു. അവർ ഭഗവാനെ പ്രകീർത്തിക്കുന്ന കൂട്ടത്തിൽ ലോകത്തിന് സദാ മംഗളമുണ്ടാകണേ എന്നും പ്രാർത്ഥിച്ചു. അവരുടെ പ്രവർത്തികള് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇട്ടാവട്ട ബോധത്തിൻ്റെതായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചത്. മഹർഷിമാർ ഇപ്രകാരമെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കെ രാജ്യത്ത് രാജാവില്ലെന്നറിയാവുന്ന കൊള്ളക്കാരുടെ സംഘങ്ങൾ കൊള്ളയും കൊള്ളിവയ്പും നിർബാധം നടത്തിക്കൊണ്ട് നാടെങ്ങും സഞ്ചരിക്കുന്നതിൻ്റെ അടയാളമായി ധാരാളം പൊടിപടലങ്ങൾ എല്ലാ ദിക്കുകളിലും ഉയർന്നു പരക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. ഇവരുടെ ലോകത്തേക്ക് ചുരുങ്ങുകയല്ല ചെയ്യുന്നത്. ഇവര് കുളിച്ച് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് നിത്യനൈമിത്തികങ്ങൾ ചെയ്ത് ഭഗവത് കഥകൾ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും തങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ചും അവബോധമുള്ളവരായിരുന്നു. രാജാവില്ലാത്ത നാട്ടിൽ കൊള്ളക്കാരും കൊള്ളിവയ്പും ഉണ്ടാകുമെന്നറിയാവുന്ന അവർ എന്നും ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഭൂമിക്ക് കുഴപ്പമൊന്നും വരരുതേ, ഭൂമിയിൽ വസിക്കുന്നവർക്ക് കുഴപ്പമൊന്നും വരരുതേ എന്നവർ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവര് ഇതവരുടെ ചിന്തയിലുണ്ട്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ അവർ പൊടിപടലങ്ങൾ ഇങ്ങനെ ധാരാളം പൊങ്ങി വരുന്നത് കാണാൻ ഇടയായി. ആ പൊടിപടലങ്ങൾ അങ്ങനെ പൊങ്ങി വരാൻ കാരണമെന്ന രാജാവില്ലെന്നറിയാവുന്ന കൊള്ളക്കാര് കൊള്ളയും കൊള്ളിവെപ്പും നിർബാധം നടത്തിക്കൊണ്ട് പാര സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ നാടെങ്ങും സഞ്ചരിക്കുന്നതിൻ്റെ അടയാളമായി. അന്ന് ടാറുള്ള റോഡൊന്നുമില്ല. അപ്പൊ റോട്ടിലൂടെ ഈ കള്ളന്മാരും കൊള്ളക്കാരും എണ്ണത്തിലും കൂടുതലുണ്ടാവും. അവർ രാജഭരണക്കാലത്ത് ഇവരുടെ എണ്ണം കുറച്ചു നിർത്താൻ രാജാവിന് കഴിയും. അതുകൊണ്ട് രാജാവില്ലാതെ വന്നപ്പം ഒരുപാട് കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടായി. ഇവരെല്ലാം നിർബാധം സഞ്ചരിക്കാൻ തുടങ്ങി. ആരുമില്ലല്ലോ അവരെ വിലക്കാൻ. അപ്പോൾ പൊടിപടലങ്ങൾ ഉയരാൻ തുടങ്ങി. എന്താണ് പൊടിപടലങ്ങൾ പൊങ്ങി പറക്കുന്നതിന് കാരണമെന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഭരണകർത്താവായിരുന്ന വേനന്റെ മരണത്തോടെ ഭയരഹിതരായി തീർന്ന കള്ളന്മാരും കൊള്ളക്കാരും രാജ്യവാസികളുടെ ധനം അപഹരിച്ചെടുക്കാനായി സ്വൈരസഞ്ചാരം ചെയ്യുന്നത് മൂലമാണിതെന്ന് മനസ്സിലായി. അപ്പൊ തങ്ങളുടെ ചുറ്റുപാടുകളിൽ അസാധാരണമായ സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ അതെന്തുകൊണ്ടുണ്ടായി എന്ന് ഇവർ ചിന്തിക്കുമായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇവരുടെ ലോകത്തേക്ക് ചുരുങ്ങുകയല്ല ചെയ്തിരുന്നത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, വേനന്റെ മരണത്തോടെ ഭയരഹിതരായി തീർന്ന കള്ളന്മാരും കൊള്ളക്കാരും രാജ്യവാസികളുടെ ധനം അപഹരിച്ചെടുക്കാനായി സ്വൈരസഞ്ചാരം ചെയ്യുന്നത് മൂലമാണ് ഈ പൊടിപടലം ഇങ്ങനെ കണ്ടമാനം ഉയരുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. ജനങ്ങൾ പരസ്പരം ഹിംസിക്കാനും മുതൽ കൊള്ളയടിക്കാനും ശ്രമിക്കുകയാണെന്നും
ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിവുള്ള ധീരന്മാർ നന്നേ കുറവാണെന്നും രാജ്യമൊട്ടാകെ അരാജകത്വത്തിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുകയാണെന്നും മുനിമാർ മനസ്സിലാക്കി. ഭരിക്കപ്പെടാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സിലും തോന്നിയതുപോലെയാണ് ചിന്തകളും പ്രവൃത്തികളും ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയപ്പോൾ അവർ പരസ്പരം ഹിംസിക്കാൻ തുടങ്ങി. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പരസ്പരം ഹിംസിക്കാനും മുതൽ കൊള്ളയടിക്കാനും ശ്രമിക്കാൻ തുടങ്ങി. ജീവനും സ്വത്തിനും ഒരു സംരക്ഷണവും ഇല്ലാതെയായി. ഇതൊക്കെയാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത്. അവർ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. രാജ്യത്ത് കൊള്ളക്കാരും കൊള്ളിവെപ്പുകാരും കൂടാതിരിക്കാൻ, ഇല്ലാതാകാൻ ശ്രമിക്കണം. അപ്പം ഇവരിത് നോക്കിയപ്പം, ഈ മുനിമാർ നോക്കിയപ്പം അരാജകത്വത്തിൻ്റെ ദോഷഫലങ്ങൾ രാജ്യം അനുഭവിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള അക്രമികളെ നിലക്കി നിർത്താനും അക്രമം അമർച്ച ചെയ്യാനുമുള്ള ശക്തി തങ്ങൾക്കുണ്ടെങ്കിലും മുനിമാർ അതിനൊരുമ്പെട്ടില്ല. കാരണം തപോവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള തങ്ങൾ രാജ്യഭരണത്തിൽ ഏർപ്പെടുന്നത് സ്വധർമാചരണത്തിന് വിരുദ്ധമാണ് എന്നവർ കണ്ടു. ഈ സംഭവങ്ങൾ ഇവർ അസാധാരണമായിട്ടുള്ള ലക്ഷണങ്ങൾ ഭൂമിയിൽ കാണാൻ തുടങ്ങിയപ്പോൾ ഇവർ അതെന്തുകൊണ്ടാണ് എന്നതിനെ പറ്റി ചിന്തിച്ചു. രാജാവില്ലാത്തത് കൊണ്ട് അരാജകത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇവ എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള അക്രമികളെ നിലക്കി നിർത്താനും അക്രമം അമർച്ച ചെയ്യാനുമുള്ള ശക്തി തങ്ങൾക്കുണ്ടെങ്കിലും, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഈ മുനിമാർക്കുണ്ടെങ്കിലും അവര് അതിനൊരുമ്പെട്ടില്ല. കാരണം അത് അവരുടെ സ്വധർമാചരണത്തിന് വിരുദ്ധമാണ് എന്ന് അവർ കണ്ടു. സ്വധർമ്മമാചരിക്കുക, സ്വസ്വഭാവാനുസൃതമായ പ്രവർത്തികളിൽ ഏർപ്പെടുക, അതാണ് ശ്രേയസ്കരം. അങ്ങനെയല്ലാത്ത അതിന് വിരുദ്ധങ്ങളായിട്ടുള്ള കഴിവുകളും നമുക്കുണ്ടാകാം. ആ കഴിവുകളുടെ പുറകെ പോവുകയല്ല വേണ്ടത്. സ്വധർമാചരണത്തിൽ ശ്രദ്ധ ചെലുത്തുകയാണ് വേണ്ടത്. മുനിമാർക്ക് മനസ്സിലായി ഇതൊക്കെ അമർച്ച ചെയ്യാൻ നിഷ്പ്രയാസം സാധിക്കും. ഇതൊക്കെ നേരായ വഴിയെ കൊണ്ടുപോകാനും ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. പക്ഷേ അതിനവർ ഒരുമ്പെട്ടില്ല. കാരണം തപോവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള തങ്ങൾ, മുനിമാരുടെ ഉത്തരവാദിത്വം എന്താ? തപസ് ചെയ്യുക എന്നുള്ളതാണ്, ഈശ്വരോന്മുഖമായി ചരിക്കുക എന്നുള്ളതാണ്. അവർ രാജ്യഭരണത്തിൽ ഏർപ്പെടുന്നത് സ്വധർമാചരണത്തിന് വിരുദ്ധമാണ് എന്നവർ കണ്ടു. അപ്പൊ തങ്ങളിൽ ആ കഴിവ് ഉണ്ടെങ്കിലും അത് സ്വസ്വഭാവാനുസൃതമല്ല എന്ന് തിരിച്ചറിഞ്ഞവർ അത് പ്രയോഗിക്കാൻ വിസമ്മതിച്ചു. ഇതും നമ്മൾ മുനിമാരും തമ്മിലുള്ള വ്യത്യാസങ്ങളിലൊന്നാണ്. കിട്ടിയ ചാൻസ് മുതലെടുത്ത് രാജാവാനാണ് ഞാനും നിങ്ങളും ഒരു പക്ഷേ ആ സന്ദർഭത്തിൽ ശ്രമിക്കുക എങ്കിൽ മുനിമാർ അങ്ങനെയല്ല ചെയ്തത്. അവർക്ക് ആ കഴിവുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട്, നമുക്ക് കഴിവുണ്ടെന്ന് തിരിച്ചറിയണം എന്നൊന്നുമില്ല, സാഹചര്യം അനുകൂലമായാൽ അത് മുതലെടുക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുക. മുനിമാരങ്ങനെയല്ല. സാഹചര്യം അനുകൂലമായി എന്നുള്ളത് കൊണ്ട് അത് മുതലെടുക്കാൻ അവർ ശ്രമിച്ചില്ല. അതും അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്നാണ്. സ്വധർമാചരണത്തിന് വിരുദ്ധമാണ്, അത് അങ്ങനെ ചെയ്യുന്നത് സ്വധർമാചരണത്തിന് വിരുദ്ധമാണ് എന്നവർ കണ്ടു. എന്നിരുന്നാലും ഈ ദുസ്ഥിതിക്ക് എങ്ങനെ ഒരു പരിഹാരമുണ്ടാക്കാം എന്ന കാര്യത്തെപ്പറ്റി അവർ ചിന്തിക്കുക തന്നെ ചെയ്തു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇതിലൊന്നും ഇടപെടുന്നില്ല, നമുക്ക് നമ്മുടെ എന്താ പറയുക തപോവൃത്തിയിൽ തന്നെ തുടർന്നും ഏർപ്പെടാം എന്നല്ല അവർ ചിന്തിച്ചത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം. നമ്മൾ നേരിട്ട് കളത്തിലിറങ്ങിയിട്ടല്ല, നമ്മൾ രാജ്യം ഭരിച്ചിട്ടല്ല. കാരണം നമ്മളിൽ ഒരു പക്ഷെ രാജ്യഭരണത്തിനുള്ള കഴിവുണ്ടാകുമായിരിക്കാം, പക്ഷെ അത് നമ്മുടെ സ്വഭാവാനുസൃതമായ കാര്യമല്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് അത് ഉപേക്ഷിച്ചില്ല. അവരതിനെപ്പറ്റി ചിന്തിച്ചു. എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ലോകത്തെ എങ്ങനെ കരകയറ്റാൻ സാധിക്കും എന്നവർ ചിന്തിച്ചു. എന്നിരുന്നാലും ഈ ദുസ്ഥിതിക്ക് എങ്ങനെ ഒരു പരിഹാരമുണ്ടാക്കാം എന്ന കാര്യത്തെപ്പറ്റി അവർ ചിന്തിക്കുക തന്നെ ചെയ്തു. അത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ അതിനെപ്പറ്റി ചിന്തിച്ചു. അല്ലാതെ അത് ഞങ്ങളുടെ സ്വഭാവാനുസൃതമായ കാര്യമല്ല, അത് ഞങ്ങളുടെ സ്വധർമ്മത്തിന് അനുകൂലമായതല്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറയുകയല്ല ചെയ്തത്. ഇവര് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു. സർവാത്മഭാവത്തോടുകൂടി സകല ഭൂതങ്ങളെയും ദർശിക്കുന്നവനും
രാഗദ്വേഷാദികളില്ലാത്തവനും ശാന്തചിത്തനുമാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ഒരു ഉത്തമ ബ്രാഹ്മണൻ ദുഃഖിതരുടെ നേരെ ഉപേക്ഷ കാണിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഉപേക്ഷ കാണിച്ചാൽ അവൻ്റെ ബ്രഹ്മതേജസ് ചെറിയ സുഷിരങ്ങളുള്ള പാത്രത്തിൽ നിന്നും വെള്ളം ചോർന്നു പോകുന്നത് പോലെ ചോർന്ന് ഇല്ലാതെയാകും. അപ്പോൾ ഇവർ ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇവർ ചിന്തിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് അടുത്ത് പറയുന്നത്. ഇവർ ബ്രാഹ്മണരായിരുന്നു. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ജാതി ബ്രാഹ്മണ ക്ഷത്രിയ ശൂദ്ര വൈശ്യാദികളൊന്നുമല്ല. ഇവർ ആ ക്വാളിറ്റി ഉള്ളവരായിരുന്നു. 8 ഗുണങ്ങളോട് കൂടിയവരാണ് ബ്രാഹ്മണർ. ആ 8 ഗുണങ്ങൾ തികഞ്ഞവരായിരുന്നു ഇവർ. അതുകൊണ്ട് സർവാത്മഭാവത്തോടുകൂടി സകല ഭൂതങ്ങളെയും ദർശിക്കുന്നവരും, സർവാത്മഭാവത്തോടുകൂടി സർവഭൂതങ്ങളെയും ഭവിച്ചതെല്ലാത്തിനെയും ദർശിക്കുന്നവരും, എല്ലാം തങ്ങളുടെ തന്നെ ആത്മാവിൻ്റെ ഒരു ആവിഷ്കാരമാണ്. തങ്ങൾ ഏതൊരു പരമാത്മാവിൻ്റെ ആവിഷ്കാരമാണോ അതേ പരമമായതിൻ്റെ ആവിഷ്കാരമാണ് ഈ ലോകത്തിലുള്ളതെല്ലാം എന്ന് മനസ്സിലാക്കുന്നവർ, രാഗദ്വേഷാദികളില്ലാത്തവർ, അവർക്കൊന്നിനോടും പ്രത്യേകിച്ചൊരടുപ്പമോ അകൽച്ചയോ ഇല്ല. കാരണം അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണം എന്ന് തോന്നണമെങ്കിൽ അവർക്കില്ലാത്തതാണെങ്കിലല്ലേ അത് വേണമെന്ന് തോന്നുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും വേണ്ട എന്നും തോന്നില്ല, രാഗദ്വേഷങ്ങളില്ല. കാരണം അവർക്കറിയാം അവരുടെ തന്നെ ആവിഷ്കാരമാണ് ഈ പ്രപഞ്ചം എന്ന്. അപ്പം സർവാത്മഭാവത്തോടുകൂടി സകല ഭൂതങ്ങളെയും ദർശിക്കുന്നവരും രാഗദ്വേഷാദികളില്ലാത്തവരും ശാന്തചിത്തരുമാണ് ബ്രാഹ്മണർ. അവർ ശാന്തരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രവൃത്തികളും ആ ശാന്തതയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഇമ്പൾസീവായിട്ട് പ്രവർത്തിക്കുന്നവരല്ല അവർ. അവർ ബാലൻസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ഉത്തമ ബ്രാഹ്മണൻ ദുഃഖിതരുടെ നേരെ ഉപേക്ഷ കാണിക്കാൻ പാടുള്ളതല്ല. ഇത് ഞാൻ ഡീൽ ചെയ്യേണ്ട ഒരു മാറ്റർ അല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ പോകാൻ പാടില്ല ഒരു ഉത്തമ ബ്രാഹ്മണൻ. കാരണം ഈ ലോകത്തുള്ളതെല്ലാം തൻ്റെ തന്നെ ആവിഷ്കാരമാണ് എന്നുള്ളത് കൊണ്ട് ഇതിനോടെല്ലാം തനിക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ തിരിച്ചറിവോട് കൂടിയ ആളെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ ദുഃഖിതരുടെ നേരെ ഉപേക്ഷ കാണിക്കാൻ പാടുള്ളതല്ല. ശരിക്കും ഈ രാജ്യത്തുള്ളവരുടെ ദുഃഖം മാത്രമല്ല, ഈ ലോകത്ത് എവിടെയൊക്കെ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ദുഃഖമില്ലാതാക്കാൻ വേണ്ടി സ്വയം തപിക്കുന്നയാളായിരിക്കണം ബ്രാഹ്മണൻ. ലോകം മുഴുവനും ശാന്തി പകരുവാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കുന്നയാളാണ് ബ്രാഹ്മണൻ. അങ്ങനെ ദുഃഖിതരുടെ നേരെ ഉപേക്ഷ കാണിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഉപേക്ഷ കാണിച്ചാൽ അവരുടെ ബ്രഹ്മതേജസ് ചെറിയ സുഷിരങ്ങളുള്ള പാത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നു പോകുന്നത് പോലെ ചോർന്നില്ലാതെയാകും. ദുഃഖിതരെ, അവരുടെ ദുഃഖത്തെ കാണാതെ തൻ്റെ തപശ്ചര്യയിൽ മാത്രം മുഴുകിയിരിക്കുകയാണ് എങ്കിൽ, അങ്ങനെ മുഴുകിയിരിക്കുന്നയാളുടെ ബ്രഹ്മതേജസ്, തപശക്തി കൊണ്ടുണ്ടാകുന്ന തേജസ്, അത് ക്രമേണ ചോർന്ന് ഇല്ലാണ്ടാകും. അതായത് ഈ ലോകത്തിൽ നിന്ന് അലൂഫായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, ലോകത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും തന്നെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, താൻ എത്ര കൊടിയ തപസ് ചെയ്തിട്ടും കാര്യമില്ല, തൻ്റെ തപോഫലം ഇല്ലാണ്ടാകും. കവി പാടിയതുപോലെ, തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കെ, താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. അതുകൊണ്ട് തൻ്റെ പ്രവൃത്തി താൻ തന്നെയാണ് ഈ ലോകമായിട്ട് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരാൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെയും കൂടി ദുഃഖമാണ്. തൻ്റെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ താൻ പ്രയത്നിക്കുന്നത് പോലെയാണ് ലോകത്തിൻ്റെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ ഒരു ഉത്തമ ബ്രാഹ്മണൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അലൂഫാവുകയാണ് എങ്കിൽ, യുക്രൈനിൽ നടക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ, റഷ്യയിൽ നടക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ
ഈ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പട്ടിണി കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ അതൊന്നും എന്നെ ബാധിക്കുകയില്ല, കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരുടെ ദുഃഖം മാത്രമേ എനിക്ക് ബാധിക്കുകയുള്ളൂ. അങ്ങനെയും ചിന്തിക്കാൻ സാധിക്കില്ല. ഈ ലോകത്ത് ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ദുഃഖത്തെ തീർക്കുവാൻ പ്രയത്നിക്കുന്നയാളാണ് ബ്രാഹ്മണൻ. അതിൽ ഉപേക്ഷ കാണിക്കുകയാണെന്ന് വിചാരിക്കട്ടെ. മറ്റുള്ളവരുടെ ദുഃഖത്തെ കണ്ടിട്ടും കാണാത്തതുപോലെ നടിച്ച് തൻ്റെ തന്നെ തപോവൃത്തികളിൽ നിരതരാകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? അങ്ങനെ ഉപേക്ഷ കാണിച്ചാൽ അവരുടെ ബ്രഹ്മതേജസ് ചെറിയ സുഷിരങ്ങളുള്ള പാത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നു പോകുന്നത് പോലെ ചോർന്ന് ഇല്ലാതാകും.